ഹലോ ഗായ്സ്, ഹാമിസ് വ്ലോഗിലേക്ക് സ്വാഗതം. കുറേ കാലത്തിന് ശേഷമാണ് ഞങ്ങളൊരു വീഡിയോ ഇടുന്നത്. ഞങ്ങൾ എന്തായാലും ഒരു അടിച്ചുപൊളി ട്രിപ്പ് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. സ്ഥലം ഏതാണെന്ന് ഞങ്ങളിപ്പോൾ പറയില്ല. പുലർച്ചെയാണ് നമ്മൾ പോണത്. ആമയൊക്കെ നേരത്തെ 3 മണിക്ക് നീച്ച് പുറപ്പെട്ടിരിക്കണം. ഇങ്ങനെയാണ് 4 മണി ആയപ്പോഴേക്കും ഞങ്ങൾ വണ്ടിയൊക്കെ വന്ന് ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആയിട്ട് വന്നു. പിന്നെ കുറേ നേരം കഴിഞ്ഞ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ആ ടൈമിലൊക്കെ രാത്രി ആയതുകൊണ്ട് പുറത്തേക്കൊക്കെ വെറുതെ ഇരുട്ടായിരുന്നു, അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. പിന്നെ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോഴേക്കും ഏകദേശം 9 മണി 10 മണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ അടിച്ചുപൊളി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒരു 3 ഫാമിലിയാണ് ഞങ്ങൾ. ഒരു എർട്ടിക വണ്ടിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചായ കുടി കഴിഞ്ഞു. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വണ്ടി കയറി. ഇനി ഞങ്ങൾ പറഞ്ഞ സ്ഥലം ഏകദേശം എത്താറായിട്ടുണ്ട്. ഞങ്ങളവിടെ ആലപ്പുഴ ബോട്ടിങ്ങിനാണ് ഞങ്ങൾ പോയോണ്ടിരിക്കുന്നത്. കുറേ കാലമായിട്ട് ഇവർ കുറേ കാലമായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബോട്ട് ബുക്ക് ചെയ്തിരുന്നു മുന്നേ കൂട്ടിയിട്ട് തന്നെ. അപ്പോൾ ഞങ്ങൾ ഏകദേശം ബോട്ടിലെത്തി. അവിടെ ചെന്നപ്പോൾ നമുക്ക് ലഗേജൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടുന്ന് ബോട്ടിൽ തന്നെ ആൾക്കാർ വന്നു. അവർ വന്ന് നമ്മുടെ ലഗേജൊക്കെ എടുത്തു പോയി വെൽക്കം ഡ്രിങ്ക്സ് ആദ്യം ചെന്ന വഴിക്ക് തന്നു. പിന്നെ റൂമൊക്കെ പരിചയപ്പെടുത്തി തന്നു. ഞങ്ങൾക്ക് ആദ്യത്തെ ചെന്ന വഴിക്ക് കയറി ചെന്ന വഴിക്ക് തന്നെ ഫസ്റ്റ് റൂം ഞങ്ങൾ സെറ്റാക്കി. പിന്നെ ഞങ്ങളുടെ അപ്പുള്ള ഫാമിലിക്കാർ ഒന്ന് അപ്പുറത്ത് തൊട്ടടുത്ത റൂമും ഒന്ന് മുകളിലും റൂമും അവരെടുത്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നല്ല മുകളിൽ കയറി നോക്കി എന്തൊക്കെ ഉണ്ട് സെറ്റപ്പ്. നോക്കുമ്പോൾ അവർ റൂം കണ്ട അടുത്ത് തന്നെയാണ് പാട്ട് കേൾക്കാനുള്ള സെറ്റപ്പും ഇതൊക്കെ വെച്ചിട്ടുണ്ടോ. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഈ ഹാളിൽ കൂടെ നേരെ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിലെത്തിക്കഴിഞ്ഞാൽ എവിടെ അങ്ങനെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പും പിന്നെ ഇരിക്കാനുള്ളതും നമുക്ക് ഫ്രണ്ടേജ് കാണാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിലൊക്കെ അവർ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ. ഡാൻസ് കളിക്കുക, ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ ഉണ്ട് ഡാൻസ് കളിക്കണമെങ്കിൽ. അപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി വണ്ടിയിൽ കയറ്റി. അവർക്ക് അത്യാവശ്യമുള്ള വെള്ളം കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. എന്നാലും ഞങ്ങൾ കുട്ടികൾക്ക് അതുകൊണ്ട് കുറച്ച് ചുക്കുവെള്ളം അങ്ങനെയുള്ളതൊക്കെ വാങ്ങി സ്നാക്സൊക്കെ വാങ്ങി വണ്ടിയിൽ വെച്ച് അവർ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിലാണ് ഞങ്ങളപ്പോൾ. എങ്ങനെ വണ്ടി എടുക്കുമ്പോൾ ഇനി ബോട്ട് എടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വൈബ്രേഷൻ ഉണ്ടോ നിൽക്കാൻ മറ്റേ സാധാ ഈ തോണിയിലൊക്കെ ഇതിലൊക്കെ പോയിട്ടുള്ള ശീലമാണ്. അതേമാതിരി ഇങ്ങനെ ആടിയും കൊണ്ടാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം എല്ലാവരും ഇങ്ങനെ പേടിച്ച് നിൽക്കുകയോ ചെയ്തു. കുട്ടികൾക്കൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അവരൊക്കെ അടിച്ച് പൊളിച്ചിട്ട് കാണണം. അവർക്ക് അവർ നല്ല എൻജോയ് ആണ്. അതിൻ്റെ വണ്ടി എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പിന്നിലും മുന്നിലായിട്ട് ബോട്ടുകൾ ഇഷ്ടം പോലെ പോയിക്കൊണ്ടിരിക്കും. അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. എല്ലാവരും ഒരു ഒന്നോ റൗണ്ട് വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഇതൊക്കെ. ഞങ്ങളെന്തായാലും അടിച്ച് പൊളിക്കാൻ തന്നെ തീരുമാനിച്ചു. ഞങ്ങൾ ഏകദേശം ഒരു 1.5 മണിക്കൂറും കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ എത്തി. ഫുഡിന് എത്തുന്നത് 12 മണിക്കാണ്. അപ്പോൾ പിന്നെ കയറിയ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ എത്തി. അപ്പോൾ ഞങ്ങൾക്ക് കരിമീൻ പൊരിച്ചതാണ് സ്പെഷ്യലായിട്ട്. പിന്നെ അച്ചാർ മുതൽ കിച്ചടി പച്ചടി പറഞ്ഞിട്ട് എല്ലാ സാധനവും ഉണ്ട്. എല്ലാ സാധനങ്ങളും വണ്ടി നിർത്തി തന്നു. ഞങ്ങൾ ഫുഡ് കഴിച്ചു. പിന്നെ ഒരു വണ്ടി എടുത്തു. 4 സൈഡിൽ കൂടിയും വണ്ടികളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ കുമരകം പോയിട്ട് കറങ്ങാൻ വേണ്ടി സ്പീഡ് ബോട്ടുകളൊക്കെ വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു. അവിടെ വണ്ടി നിർത്തിയ സമയത്ത് മറ്റേ നമുക്ക് ഫുള്ള് റൗണ്ട് അടിച്ച് കാണിച്ചുതരാം, സ്പീഡ് ബോട്ടിൽ വേണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അവർ വന്നിട്ട് ഞങ്ങളോട് വന്നു. ഞങ്ങൾ അതിലൊന്നും പോയില്ല, കാരണം കുട്ടികളുണ്ടാവുകൊണ്ട് അങ്ങനെ എല്ലാ ബോട്ടിലൊന്നും പോകണ്ട വിചാരിച്ചു. ഇതിൽ തന്നെ അതിൽ കൂടുതൽ എൻജോയ്മെൻറ്റ് ചെയ്യാനുള്ള സമയമാണ്. എല്ലാം അടിച്ച് പൊളിച്ച് പോക്കാണ്. അപ്പോൾ അവർ ഇതൊന്നും ഇറങ്ങാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. പിന്നെ ഇതൊന്ന് കാണാൻ നല്ല രസമാണ്. നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ല. അങ്ങനെ ഇരുന്ന് ഞങ്ങൾ രാത്രി പുറത്തു കൂടെയൊക്കെ പോയി മീനൊക്കെ പിടിച്ച് ഞങ്ങൾ കുറച്ച് മീനൊക്കെ കൊടുന്നു കൊടുത്തു. കുറച്ച് ചെമ്മീനും നമുക്ക് ചായ വൈകിട്ട് ചായ ഉണ്ടാവും. അത് കഴിഞ്ഞ് വൈകിട്ടൊക്കെ ആയി. പിന്നെ അങ്ങനെ കടന്ന് ഞങ്ങൾ എല്ലാ പാട്ടും കളിയൊക്കെ കഴിഞ്ഞ് കടന്നു. പിറ്റേ ദിവസം രാവിലെ 5:30-6 മണിക്ക് നേരെ കറക്റ്റ് വെളുത്തപ്പോഴേക്ക് തന്നെ നീച്ചപ്പോൾ തന്നെ ആമിയൊക്കെ കായൽ കാണണം പറഞ്ഞ് ഭയങ്കരമായിട്ട് ആ ജനലൊക്കെ കർട്ടനൊക്കെ മാറ്റി ഞങ്ങളോട് ജനലൊക്കെ തുറക്കാൻ പറഞ്ഞു. അവിടെ നിന്ന് ഒരേ പല്ല് തേക്കലും കായലിലേക്ക് ഫുള്ള് തുപ്പിക്കളയണതൊക്കെ അതിലേക്കാണ്. കായലിൻ്റെ 4 സൈഡിലുള്ള വ്യൂ കാണാൻ ഭയങ്കര രസമാണല്ലേ. അവിടെയുള്ള ആൾക്കാരൊക്കെ വലിയ വീടുകളൊക്കെ അവർ ഹൈറ്റ് കൂട്ടിയിട്ടാണ് കെട്ടിയിട്ടുണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഈ കായൽ അത് മറ്റേ വെള്ളം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാനോ ഇതിനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് കുറേ ആൾക്കാർ തിരുമ്പാൻ വരുന്നുണ്ട്. കുറേ ആൾക്കാർ അവിടെ നിന്ന് പാത്രം കഴുകുന്നുണ്ട്. ഒക്കെ
നമ്മളെന്ന് വെച്ചാൽ ഏറ്റവും സുഖം ഈ കായലിൻ്റെ അടുത്ത് ജീവിക്കുന്നതാണ് നമ്മളെപ്പോഴും വിചാരിക്കുന്നത് നാട്ടിലാവുണ്ട്. വെള്ളം ഉണ്ടല്ലോ. പക്ഷേ ഇത് നിറഞ്ഞു കഴിഞ്ഞുള്ള അവസ്ഥ അവർക്ക് അറിയുള്ളൂ. അങ്ങനെയുള്ള കുറേ ആൾക്കാരായിട്ട് ഞങ്ങൾ സംസാരിക്കും, കാര്യങ്ങളൊക്കെ ചോദിക്കും, ഒക്കെ ചെയ്തു. നമുക്ക് നിർത്തി തരുമ്പോൾ എല്ലാവരും വന്ന് സംസാരിക്കാനും നാലുപുറം പോയിട്ട് കായലിലുള്ള നാലുപുറമുള്ള ആൾക്കാരെ കുറിച്ചിട്ട് നമുക്ക് എന്താ മനസ്സിലാക്കാനും അവരോട് കാര്യങ്ങൾ ചോദിച്ചാലും അവരുടെ വീട്ടിൽ കൂടെ പോകാനൊക്കെ ഉള്ളൊരു അവസരമൊക്കെ അവരുണ്ടാക്കി തന്നു. അതൊക്കെ നല്ല സെറ്റപ്പായി. പിന്നെ ബോട്ടുകൾ പല പല ബോട്ടുകളുണ്ട്. ഞങ്ങളെ കൊണ്ടുപോയ ടീമിന് തന്നെ ഒരുപാട് ബോട്ടുകളുണ്ട്. എന്തായാലും അടിച്ചു പൊളിച്ച് യാത്രയായിരുന്നു. പിന്നെ ആമിയായി ലാസ്റ്റ് ഡ്രൈവിങ്, അവരൊക്കെ മാറ്റിയിട്ട് ആമി പമ്പൻ ഡ്രൈവിംഗ് ആയി. എന്തായാലും ഞങ്ങൾക്കിത് ഇഷ്ടമായി. നിങ്ങളും ഒന്ന് പോയി നോക്കിക്കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് നമുക്ക് വിചാരിക്കണം. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓക്കെ.